Hi everyone, Lathalogicയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഹെഡ്സെറ്റ് ആണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നോർമൽ ഒരു ഹെഡ്സെറ്റ് അല്ല, ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലെ ടോപ്പ് മോസ്റ്റ് കമ്പനിയിൽ ഒന്നാണ് ബോട്ട് എന്ന കമ്പനി. ബോട്ടിന്റെ Airdopes 121v2 എന്ന മോഡലാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, ബോട്ടിന്റെ വയർലെസ് ഹെഡ്സെറ്റ്. നമുക്ക് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3x ചാർജിംഗ് ആണ്. പിന്നെ 5.0 ബ്ലൂടൂത്ത് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ 3x ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ഇൻസ്റ്റന്റ് പെയറിംഗ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇനി അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ബോട്ടിന്റെ വയർലെസ് ഹെഡ്സെറ്റ്. നമുക്ക് ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മാനുവൽ ബുക്കാണ്, ഇതിലിരിക്കട്ടെ. പിന്നെ ബോട്ടിൻ്റെ തന്നെ ഒരു ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, ഇതിൽ ചാർജർ ആവാനാണ് സാധ്യത. യെസ്, ചാർജർ, ഡാറ്റ കേബിൾ. പിന്നെ ഇതിൻ്റെ 1 year വാറണ്ടി കാർഡാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ കുറേയധികം ഫേക്ക് പ്രൊഡക്ട്സ് ഇറങ്ങുന്നതുകൊണ്ട് ബോട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ 1 year വാറണ്ടി നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൽ എക്സ്ട്രാ 2 സെറ്റ് ബഡ് തരുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ചെവിയുടെ അളവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, അത് കാരണമാണ് കമ്പനി ഇത് തരുന്നത്. ഇതിൽ മൊത്തം 7 പ്രൊഡക്ട്സ് ആണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഡാറ്റ കേബിൾ, വാറണ്ടി കാർഡ്, പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ 2 മാനുവൽ ബുക്കും. നല്ലൊരു പ്ലാസ്റ്റിക് ഫിനിഷിങ്ങിലാണ് കമ്പനി ഈ പ്രൊഡക്റ്റിൻ്റെ കേസ് മേക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ചാർജർ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ 94% ചാർജ് ഈ കേസിനുണ്ട്. ഇത് റെഡും ബ്ലൂവും ലൈറ്റ് കത്തുന്നത് ഇത് പെയർ ചെയ്യാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബ്ലിങ്കിങ് നിൽക്കും. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവൈസിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം ബോട്ട് ഹെഡ്സെറ്റ് 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇത് പെയറായി കഴിഞ്ഞിരിക്കുന്നു. ഈ എയർഡോപ്സ് കണക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് റിട്ടേൺ കേസിലേക്ക് വെച്ചാൽ ഇത് ഡിസ്കണക്റ്റ് ആവുകയും പിന്നെ ഇതിൽ കിടന്ന് ചാർജ് ആവുകയും ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് തുറന്ന് ബഡ്സ് പുറത്തേക്ക് എടുത്താൽ തിരിച്ച് റിട്ടേൺ കണക്റ്റ് ആവുന്നതാണ്. നമുക്ക് ഇനി ഇത് മാനുവലായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഒരു 5 സെക്കൻഡിലേക്ക് ടാപ്പ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ എയർഡോപ്സിൻ്റെ സ്റ്റാൻഡ് ബൈ ചാർജിങ് ടൈം 14 മണിക്കൂറാണ്. പിന്നെ ഇതിൻ്റെ സിംഗിൾ ബഡ് ചാർജിങ് വരുന്നത് 3 to 3.5 hours ആണ്. കേസിൻ്റെ ബാറ്ററി mAh വരുന്നത് 380 mAh ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ദിവസത്തോളം നമുക്കിത് കൊണ്ടടക്കാം. ഇതിൻ്റെ മറ്റൊരു മെയിൻ ഫീച്ചർ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ സിംഗിൾ ബഡ് വെയിറ്റ് വരുന്നത് 36 ഗ്രാമാണ്. ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.0 ആണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. സപ്പോസ് ഇപ്പോൾ ഒരു കോൾ വന്നാൽ നിങ്ങൾക്ക് സിംഗിൾ പ്രസ്സോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ 1.5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിംഗിൾ പ്രസ്സിൽ പോസ് ആൻഡ് പ്ലേ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് സോങ്ങും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങും കിട്ടുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആണ്. നമുക്ക് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആക്റ്റീവ് ആവുന്നതാണ്. സപ്പോസ് ഇതിൻ്റെ ഒരു ബഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ച് 2 ബഡും കേസിലേക്ക് ഇടുക. ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയതിനു ശേഷം റിട്ടേൺ ഓപ്പൺ ചെയ്താൽ 2 ഹെഡ്സെറ്റും വർക്ക് ചെയ്യുന്നതാണ്. സപ്പോസ് ഇതിന് 2 ബഡും വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങളെ ബഡ് എടുത്ത് റിട്ടേൺ കേസിൽ വെക്കുക. അതിനുശേഷം കേസിൽ നിന്ന് ബഡ് പുറത്തേക്ക് എടുത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബഡിൽ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഇനി ഇത് റിട്ടേൺ കേസിലേക്ക് വെക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം പുറത്തേക്ക് എടുത്താൽ ഇത് റിട്ടേൺ കണക്ട് ആവുന്നതാണ്. എനിക്കിതിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയതിൻ്റെ പ്രൈസ് റേഞ്ചാണ്.
ഇതിന് വരുന്നത് 1300 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നമുക്ക് തരുന്ന പ്രൈസ് റേഞ്ച്. ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. അതോടൊപ്പം ഇതിന് വോയിസ് ക്യാൻസലേഷൻ ഇല്ല കേട്ടോ. നമുക്ക് ഒരു ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോൾ അനാവശ്യമായ വോയിസുകൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റിവ്യൂ പ്ലസ് അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദിസ് ഇസ് ഫോർ ലെറ്റ് ലോജിക്ക. ഐ എം സൈനിങ് ഓഫ്.